ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിക് ജീൻസ്. ഈ ഒരു വ്ളോഗിൽ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അച്ഛനും ആൻറ്റിയും അപ്പാപ്പനും അമ്മാമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കപ്പോളയ്ക്ക് വളരെ കുറച്ച് ദൂരം ഇതുപോലത്തെ ചെളിക്കുണ്ടുകളുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇവിടെ നിന്നൊന്ന് കടന്നു. ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ചേച്ചി ഉണ്ട്. ചേച്ചി ബസ്സിൽ കയറാമെന്നാണ് പറഞ്ഞിരിക്കണേ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു പുതിയ ഡോഗ്, ഒരു കുഞ്ഞു പട്ടിയാണ് ഇവിടെ ഉള്ളത് കേട്ടാ. ഈ പട്ടി കട്ടിൽ വന്ന് ഇറങ്ങില്ല, ആൾക്ക് പേടിയാണ്. ഈ പട്ടിയുടെ മറ്റേ ബ്രീഡ് അതെനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഇതാണ് പൊന്നി ബേബി. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ കൈക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ കരയും. അപ്പം ഞാൻ ഈ പട്ടിയുടെ എടുത്തുകൊണ്ടിരുന്നു. ആള് പട്ടീനെ എന്തോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പട്ടീനെയും പൂച്ചേനെയും ഒക്കെ. പൂച്ചേനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ വന്ന് കഴിഞ്ഞാൽ അപ്പം കരയണ ആളെ നോക്കി ചിരിക്കണേ. ആള് ചിരിച്ചൊന്ന് ഹാപ്പി ആയിപ്പോൾ ഞാൻ പതുക്കെ പട്ടിയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടാ സ്പോട്ടിൽ കരഞ്ഞു. അപ്പം ഞാൻ വീണ്ടും കുറച്ച് നേരം പട്ടീനെ കാണാൻ നല്ല ക്യൂട്ടാണ്. മാത്രമല്ല ഈ പട്ടി കട്ടുമെന്ന് ചാടി അടിക്ക് വരാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം പിള്ളേരെ മേത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ കോറും ഉറപ്പാണ്. പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് പണിയാവേണ്ടി വരും. ഇതാണ് വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 പേരമരമുണ്ട്. പേരയ്ക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം. ഒരു 5 എണ്ണം ഞാൻ പൊട്ടിച്ച് തിന്നു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ റിട്ടേൺ പോവാണ്. അങ്ങനെ ഇവരുടെ ബൈ പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഒരു പുതുക്കാട് വരും. അപ്പോൾ ഞാനങ്ങനെ പോവാണ് ഗൈസ്, 1 മാസത്തിന് ശേഷം. ലെറ്റ്സ് ഗോ. ആമ്പലൂർ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഏകദേശം 1 മണിക്കൂർ പോസ്റ്റായി. അത് കഴിഞ്ഞപ്പോൾ ഗംഭീര മഴ പെയ്ത് ഒതുങ്ങുമ്പോഴേക്കും അവർ വന്ന്. അങ്ങനെ ഞങ്ങൾ കാറിലാണ് പോയത്. നേരെ കോഴിക്കോട് എത്തി. അവിടുത്തെ വ്ളോഗ് ഞാൻ നാളെ ഇടാം. നല്ല കിടിലൻ സ്ഥലത്തേക്ക് പോയി. താങ്ക്സ് ഫോർ